മൊയ്തു സാറ് എന്തിനും ഒറ്റയ്ക്ക് എടുത്ത് പിടിക്കണം? ഒന്ന് പിടിച്ചു കൊടുത്താൽ അങ്ങനെ നീക്കി വെക്കാനല്ലേ അത്? ഗ്യാസിന്റെ അസുഖാന്നേ. ഗ്യാസിന്റെ ആണോ? രാവിലെ തുടങ്ങിയാണ്. രാവിലെ തുടങ്ങിയിരിക്കുന്നത്. എന്തിനാ അത് പുറത്തോട്ട് കളയണം? 1000-ൽ കൂടുതൽ രൂപയായി ഗ്യാസിന്. അവിടെ ഇരിക്കത് എന്തിനാ ചിരിക്കണേ? ഈ ചിരിക്കാൻ മാത്രം ആയില്ല ഇവിടെ കേട്ടോ. ഈ ജാതി ജൂനിയറാണ്, കുറച്ചുകൂടി കാലം കഴിയട്ടെ. ഗ്യാസും കയറി ഇങ്ങോട്ട് വന്നതിനാണ് മാസം ശമ്പളം കൊടുക്കുന്നത്. എങ്ങനെ നശിക്കാൻ? ഗ്യാസ് തന്നെ അറ്റാക്ക് വരില്ല, കാരണം നല്ല ആളുകളെയല്ലേ വേഗം വിളിക്കണം. ഇതിന്റെ അടുത്ത് എന്തെങ്കിലും അക്ക് കിട്ടൂട്ടോ, ഞാൻ പറഞ്ഞുതരാം. അത് ശരിയാണ്. സാറ് ഗ്യാസ് എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് പിടച്ചു. അതുപോലത്തെ പിള്ളേര് കണ്ടാ പയറ് പോലെ നിൽക്കണ. ഇവനൊക്കെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ PSC എഴുതിയെന്നാണ്. ജോലി കിട്ടിയ പ്രായം നോക്കിയാവേട്ടാ. പൊരപ്പുറം തൂക്കുന്ന ചൊല്ലി. പിന്നെ രാഘവന്റെ അച്ഛൻ മരിച്ചു കയറിയതല്ലേ, അല്ലെങ്കിൽ തെണ്ടി തിന്നാനെ വഴിയിൽ കിടന്നു. സകലഹംസങ്ങളുണ്ടല്ലോ. സാറേ, എങ്ങടെ പേരെന്താണ്? എന്റെ പേര് മൊയ്തു എന്നാണ്. വലൈക്കും അസ്സലാം. നിങ്ങൾക്ക് ഇപ്പൊ എത്രയായി വയസ്സ്? ആദ്യം നിങ്ങൾ വയസ്സൊക്കെ ചോദിക്കണേ? അല്ല, നമുക്കിനി കല്യാണം കഴിക്കാനൊന്നും ഇല്ല. കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞതാ. അല്ല, കല്യാണം ഒന്നും കഴിക്കാനല്ല, അതിന് വേണ്ടിയിട്ടൊന്നല്ലേ. നിങ്ങളുടെ വയസ്സ് എത്രയെന്ന് അറിഞ്ഞിരുന്നു നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു സംഗതി അങ്ങോട്ട് പറഞ്ഞതേ. എന്താ കാര്യം? എന്താ? എന്റെ പേര് കോയാന്നാണ്. ഞാനൊരു 25 വയസ്സില് കല്യാണം കഴിച്ചത്. എനിക്കിപ്പോ വയസ്സ് 71ആയി. എന്താ നിങ്ങൾ കളിയാക്കണേ? കളിയാക്കിയതല്ല, രാവിലെ പോലെ ഗ്യാസിന്റെ ഒരു കുഴപ്പമുണ്ടേ. അതെ, ഇടക്കിടക്ക് വരിക. അല്ല, വരുമാനാണല്ലോ. ബാക്കി പറഞ്ഞോളി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല്, 21 വയസ്സായി ഇപ്പൊ എനിക്ക്. 25 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എന്റെ ഭാര്യക്കുള്ള വയസ്സ് എത്ര വെച്ചിട്ടുണ്ടോ? 31. അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമ്പോ എന്റെ ഭാര്യയുടെ വയസ്സ് എത്ര? അതേ, നിങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പണം കളിക്കാതെ വന്ന കാര്യം പറ. ഉടമ്പണം കളിക്കാൻ വന്നല്ല, ഉടനെ പണം കിട്ടാനുള്ള വല്ല വഴി ഉണ്ടോ നോക്കാൻ വന്നാണ് ഞാൻ. കുസൃതിച്ചോരിയൊക്കെ പെരേല്. ഇവിടെ ഓഫീസുകാർ മാത്രം സംസാരിച്ചാ മതി. വൃത്തിയായിട്ട് ആ ഓഫീസുകാരും നിങ്ങളോട് പറഞ്ഞേരട്ടെ. കേക്കട്ടെ. എന്റെ ഈ റേഷൻ കാർഡ് ഒന്ന് നോക്കാം. അത് നോക്ക്. എന്റെ വയസ്സ് 71, എന്റെ ഭാര്യയുടെ വയസ്സ് അതിൽ എഴുതിയേക്കണ എത്രയാ നോക്ക്. അത് കാണൂലേ? ഈ ആദ്യം ആൾക്കാരായിരിക്കണം. ഭാര്യക്ക് 31. അപ്പൊ എന്നെ പറഞ്ഞേ ഇതാണ് നിങ്ങളുടെ ഓഫീസുകാർ. സൈസ വിഭാഗമായിട്ടല്ല, അങ്ങനെ ഏണിങ് തരക്കടൊന്നും ഇല്ല. ഇതിപ്പോ ചെയ്യാത്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കുകയാണ്. അതെ. അങ്ങനെ പ്രായം കുറഞ്ഞ പെണ്ണിനെ കെട്ടിയോണ്ടല്ലേ അങ്ങനെ വന്നത്. പിന്നെ അതന്നെയാണല്ലോ പറഞ്ഞ. അതല്ലാതെ എന്താണ് കാര്യം? നിങ്ങൾ അതാ ഞാൻ പറഞ്ഞു, 25 വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇക്കിപ്പൊ 71 വയസ്സായി. അപ്പൊ പിന്നെ അങ്ങനെ 31 വയസ്സാവണ ഇപ്പൊ എന്റെ ഭാര്യക്ക്. അതെന്താ മനസ്സിലാക്കാത്ത? തെറ്റിപ്പോയത് തന്നെയല്ലേ. ശരിക്കും ഇപ്പൊ എത്രയാണ് ഭാര്യക്ക് പ്രായം? അപ്പൊ അത് 61 ഇപ്പൊ വയസ്സ്. അത് മാറ്റണം. 61 വയസ്സാക്കി കിട്ടണം ഇപ്പൊ എനിക്കത്. എന്തിനാണിപ്പോ? അതിന് വേണ്ടി എന്തിനാണിപ്പോ? വാർദ്ധക്യ പെൻഷൻ കിട്ടണമല്ലോ. അപ്പൊ അതിനിപ്പോ ഇത് കാണിച്ചാലേ കിട്ടുള്ളൂ. നിങ്ങളെന്താ വേണ്ടിയെന്ന് വെച്ചാല്, ഈ റേഷൻ കാർഡിൽ നിങ്ങളെ ഭാര്യന്റെ പ്രായം തെറ്റാണ് എഴുതിയെന്നും പറഞ്ഞിട്ട് ഒരു അപേക്ഷ എഴുതിയിട്ട് ഇവിടുത്തെ ഓഫീസർക്ക് കൊടുക്കണം. ഇപ്പൊ കൊടുക്കാലോ. ഇപ്പൊ എന്നെ കൊടുക്കാം. അതിനിപ്പോ എന്തേ? ഇന്ന് നടക്കൂല. സാർ ഇന്ന് ലീവാണ്. നാളെ സാറ് വരും. അപ്പൊ ഒരു അപേക്ഷ എഴുതി കൊടുക്കാം, തിരിച്ചു തരും. ശരി. സാറിപ്പോ നാളെ എഴുന്നള്ളൂ. അതെ, ഈ റേഷൻ കാർഡിന്റെ മസ്റ്ററിങ് നടക്കുകയാണല്ലോ. അപ്പൊ പുള്ളി അതിന്റെ ഒരു ചെറിയ തിരക്കിലാണ്. പ്ലാസ്റ്റർ ഇട്ട് കിടക്കാൻ മാസ്റ്റർ അല്ല, മസ്റ്ററിങ്. അതിന്റെ മീറ്റിംഗ് ഉണ്ട് ഹെഡ് ഓഫീസിൽ. അല്ല, അത് ക്ലിയർ ആയി കിട്ടും. അത് അല്ല, എന്നാലും ഒരു സാമാന്യ ബോധത്തിൽ നിങ്ങൾക്കൊക്കെ പറ്റണ ഓരോ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുമ്പോഴേ, ഇത് ഞങ്ങൾക്ക് വരുന്ന തെറ്റല്ലല്ലോ. ഇതിപ്പോ ഈ കമ്പ്യൂട്ടറിനും മെഷീനൊക്കെ വരുന്ന തെറ്റാണേ. കമ്പ്യൂട്ടർ ആരാ ഓപ്പറേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ തന്നെയല്ലേ? അതൊക്കെ അക്ഷയ എന്നൊക്കെ ആക്കി വിടുമ്പോ വരണ തെറ്റാണ്. സാറ് ക്ലിയർ ചെയ്ത് തരും. നാളെ വന്നോട്ടെ. ശരി ശരി ശരി. ആൾക്കാരെ ഇടങ്ങളാക്കാൻ വേണ്ടി ഓരോന്ന് അങ്ങനെ എഴുതി കുത്തി വെച്ചിട്ട് അസയൊക്കെ കുറ്റം. പുള്ളി പറഞ്ഞു വെച്ച് കണക്ക് നോക്കിയാലുണ്ടല്ല, പുള്ളി കല്യാണം കഴിക്കാൻ നേരത്തെ ഈ ഭാര്യ ജനിച്ചിട്ടില്ല. 31 വയസ്സ് 25 വയസ്സിൽ മുമ്പ് കല്യാണം കഴിക്കുന്നത്.
നമ്മക്ക് പറ്റുന്ന ഒരു തെറ്റ്. അതെ, ഇവൻ ആ ARD നമ്പർ 1 മറ്റേ വല്ലാർപാടത്ത അവിടെ ഒരു പരാതി ഉണ്ട്, പോയി അന്വേഷിച്ചിട്ട് വരട്ടെ. അതെ അതെ, അങ്ങനെ ചെല്ല്. ആ നോട്ടീസ് അങ്ങോട്ട് കൊടുക്കരാവട്ടെ. നോട്ടീസ് കൊടുക്കും. പണിയൊക്കെ പഠിക്കട്ടെ അവൻ. അവിടെ ഞാൻ ഇന്നാള് പറഞ്ഞ സാധനം എനിക്ക് വിട്ടെന്നില്ല. യൂട്യൂബിൽ ഒരു സാധനം തരാ എടുക്കട്ടെ. സപ്ലൈ ഓഫീസർ ഇവിടെ അല്ലേ? ഹലോ ഹലോ, ആരത്? ഹലോ, എങ്ങാട് പോണേണിത്? ഇതെന്താ നിങ്ങളെ പെരയിലെ റൂമിലേക്ക് കയറി പോകുമ്പോലെ പോവല്? അല്ലെ സപ്ലൈ ഓഫീസർ അവിടെ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും മനുഷ്യന്മാർ ഇവിടെ കുത്തിരിക്കുന്നില്ലേ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവല്ലോ. അവിടുത്തെ മെയിൻ സാറായിരിക്കുമ്പോ വെറുതെ ഇരിക്കണായിരിക്കും. എന്ന് പറഞ്ഞത് മുഴുവൻ മെയിൻ സാറിന് പണി ഉണ്ടാവില്ലാന്ന്. അങ്ങനെയാണല്ലോ എല്ലായിടത്തും. എന്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് റേഷൻ കിട്ടണില്ല. എന്താ കാര്യം, ഇവിടെ റേഷൻ തൂക്കി കൊടുക്കാനിരിക്കണ ഞങ്ങള്. അതൊക്കെ റേഷൻ കടയിൽ പോയി ചോദിക്കണം. എന്തൊരു കഥയാണ് നിങ്ങളൊക്കെ. അല്ല, ഇവിടെ വന്നാ മതിയെന്ന് മെമ്പർ സുധി പറഞ്ഞ്. സുധിയോ? ആ, ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞില്ലേ മണ്ടോതിരി വരുമെന്ന്. ചാവടിക്കാൻ പോകുമ്പോ സുധി പറഞ്ഞതാ. ആ കേസാണല്ലേ? അതെന്താണെന്ന് സാറേ, ഈ റേഷൻ കാർഡ് ആധാറായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റണില്ല. എന്താണെന്ന് അറിയില്ല. അപ്പൊ റേഷൻ കടയെന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് ചോദിക്കാൻ. അതെ, ഇപ്പൊ ഈ റേഷൻ കാർഡിൽ ഈ പേര് പറഞ്ഞ മുഴുവൻ പേരുടെ ആധാർ കാർഡിന്റെ കോപ്പി ഇരിപ്പുണ്ടോ? എല്ലാവരുടെയും ഉണ്ട്, പക്ഷെ ഒരാളുടെ ഇല്ല. അതാരതാ? അതൊരു കൊച്ചിന്റെ ആണ്. കൊച്ചോ? ആ, എന്താ കൊച്ചിന്റെ മാത്രം ഇല്ലാത്ത? എന്റെ പൊന്നു സാറേ, അത് വലിയ കഥയാണ്. അപ്പൊ ഒരു പണിയായി, അവിടെ ഇരുന്ന് പറയും. അത് സാറാണ് കഥ പറയും, കേക്കട്ടെ സാറേ. അത് കേട്ടോ? കേട്ടോ. അതിൽ ഒരാളുടെ ഇല്ല. എന്താണ് ആളില്ലാത്ത ആളാരാണ്? കഥ ഒന്ന് പറയും. അത് സാറേ, എന്റെ മൂത്ത മോനുണ്ട് സ്വരൂപ്. അവന്റെ അച്ഛൻ എന്ന് പറയണ എന്റെ ഭർത്താവല്ല. ഇതൊക്കെ പരിചയമായിട്ട് പറയാൻ പാടും നിങ്ങള്? ഇത് നാട്ടുകാർക്കൊക്കെ അറിയാം. എല്ലാവർക്കും അറിയാം. ആ, അപ്പൊ രണ്ട് കെട്ടിക്കണോ? ആ, കേക്കട്ടെ. അതായത് എന്റെ ആദ്യത്തെ ഭർത്താവ് ഉണ്ടല്ലോ, അയാളുടെ മോനാണ് ഈ സ്വരൂപ്. ഓപ്പ എന്താ ചെയ്യണേ? അവനൊന്നും ചെയ്യണില്ല. എത്ര വയസ്സായി അവന്? ഒരു 10-25 വയസ്സായി. 25 വയസ്സായിട്ട് ഒന്നിനും പോണില്ലേ? ഇത് കണ്ടെങ്കില് 22 വയസ്സാ. ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, PSC വഴി കിട്ടിയതാ. അത് ആ ചെക്കൻ അവന്റെ അച്ഛന്റെ സ്വഭാവമാണെന്നേ. അച്ഛനൊരു പണിക്കും പോവില്ലായിരുന്നു. അതല്ലേ ഞാൻ അയാളെ കളഞ്ഞത്. ഒരു പണിക്കും പോവില്ല, വെറുതെ തല്ലും പിടി. എന്നിട്ടേ അതവിടെ നിക്കട്ടെ. അപ്പൊ ഒരു സ്വരൂപം ഉണ്ടല്ലോ. പിന്നെ ഈ എന്റെ സുഗതേട്ടനില്ലേ, സുഗതേട്ടന്റെ പ്രതീക്ഷയാണ് എന്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചത്. സുഗതേട്ടൻ ആരാന്ന്? സുഗതേട്ടനാണ് എന്റെ രണ്ടാമത്തെ കെട്ടിയോൻ, ഇപ്പത്തെ ഭർത്താവ്. അതിന്റെ പ്രതീക്ഷയൊക്കെ തെറ്റാൻ കാരണം എന്താ? സുഗതേട്ടന്റെ ആദ്യത്തെ കുടിയിലുള്ള മോളാണ് ഈ പ്രതീക്ഷ. പ്രതീക്ഷ മോളെ പേരാണ്. ഞാൻ വിചാരിച്ചേ പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയി എന്നുള്ള. അപ്പൊ സുഗതേട്ടൻ വന്നപ്പോ അവളെയും കൊണ്ടാണ് വന്നത്. പിന്നെ ഇപ്പൊ എനിക്ക് സുഗതേട്ടന് ഒരു കൊച്ചുണ്ട്. വേറെ ഒന്നുണ്ട്? ആ, ചെറുതാണ്, 1 വയസ്സ്. അപ്പൊ സുഗതേട്ടനിലേക്ക് 2 കുട്ടികളുണ്ട്. ഉണ്ട്. എന്താ ഇതിൽ ഇടങ്ങറ? ഇതിലിപ്പൊ എന്താണ് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷ ഇതിലുണ്ട്. എന്നിട്ട് അവളുടെ തള്ള വന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവള് കൂടെ പോയി. തള്ളേന്റെ കൂടെ പോയി. അപ്പൊ അവളുടെ ആധാറില്ല. അപ്പൊ ഈ ആധാർ ലിങ്ക് ചെയ്യണില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അരിയും കിട്ടണില്ല. അല്ല, നമ്മളിപ്പോ എന്താ വേണ്ടി? ഇപ്പൊ ആ പെണ്ണിന്റെ പേര് ഇതിൽ അങ്ങോട്ട് വെട്ടണം. പ്രതീക്ഷ അതങ്ങോട്ട് വെട്ട്. അത്രയല്ലേ ഉള്ളൂ? ആ, വെട്ട്. പറഞ്ഞാ പോരെ? നിങ്ങൾക്ക് എന്താ പ്രാന്താണ്? ഇത് ഞങ്ങള് വെട്ടാൻ പാടുണ്ടോ? അത് കൊള്ളാം. അപ്പൊ എനിക്ക് വെട്ടാൻ പറ്റുമെങ്കിൽ ഞാൻ വെട്ടൂലായിരുന്ന? നിങ്ങളും വെട്ടാൻ പാടില്ല. അതാണ് മെമ്പർ പറഞ്ഞ് ഇവിടുന്നാണ് വെട്ടണ്ടേന്ന്. ഒന്ന് വെട്ടിത്താ സാറേ. വെട്ടേണ്ട ഇവിടുന്നാണ്, പക്ഷെ വെട്ടേണ്ട ആള് വിടില്ല. ഓഫീസർ ലീവാണ്. ഇന്നിനി വരൂല, നാളെ വരുള്ളൂ. നാളെ വന്നോ? എനിക്ക് വരാൻ പറ്റൂല. അപ്പൊ ഉപ്പര് വന്നാ മതി, സുഗതേട്ടൻ വന്നാ മതി. അപ്പൊ സുഗതേട്ടൻ വരും. അപ്പൊ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പറഞ്ഞ കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി സുഗതേട്ടനോട് ഇത് ഒന്നും കൂടി പറയരുത്. പുള്ളി പറയുമ്പോ അതൊക്കെ തെറ്റിപ്പോയി. ഇനി കൊച്ചുങ്ങളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പിന്നെ അരി കിട്ടിയിട്ടില്ലെങ്കിലേ ഞാൻ തന്നെ കയറി ഇറങ്ങണം. അതുകൊണ്ടാണ്. അല്ല, മനസ്സിലായി. അതൊക്കെ തള്ളാർക്കാണ് ഈ കുട്ടികളുടെ പേരും ക്ലാസ്സും ഒക്കെ കറക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്ക് അതൊക്കെ തെറ്റിപ്പോവും. എന്നാ ശരി കേട്ടാ. കഥ കേട്ടപ്പോ ആകെ സീനായി പോയി. സാറിനോടൊരു സ്വകാര്യം ചോദിക്കാനാണ്. പിന്നെ ഇതിലിപ്പ ആറ്റിങ്ങക്കാരിയുടെ കൊച്ചിന്റെ പേരുണ്ടല്ല, മറ്റേ കുടിയിലുള്ള പ്രതീക്ഷയുടെ,
ഇനിയിപ്പോ റേഷൻ കാർഡിൽ പേരെണ്ണെന്നും പറഞ്ഞ അവള് സ്വത്ത് ചോദിച്ചോണ്ട് വരൂ. അതിനുള്ള വകുപ്പൊന്നുണ്ട്. സ്വത്തിനൊന്നും ബാധിക്കില്ല. കോടതി ഇതായതല്ലേ, പിരിഞ്ഞതല്ലേ. നിങ്ങൾ കോടതി മുഖേന പിരിഞ്ഞല്ലേ? കോടതി ഒന്നും അറിഞ്ഞിട്ടില്ല, കെട്ടിയതും ഒന്നിച്ച് താമസിച്ചതും പിരിഞ്ഞതും ഒന്നും. ഇനി കോടതി മുഖേന. ഇതിപ്പോ റേഷൻ കാർഡിൽ പേരുണ്ടെന്നും പറഞ്ഞ് വരൂലല്ല. അപ്പൊ നാളെ വെട്ടൂലേ? വെട്ടിക്കഴിഞ്ഞാ പിന്നെ ഓക്ക് എന്ത് കിട്ടാനാണ്? അത് മതി. അത്രേ ഉള്ളൂ. സ്വത്തിനൊന്നും ബാധിക്കില്ല. അതെ, ഇത് ശരിയാണതിന് മുമ്പ് സുധേരനൊന്ന് സൂക്ഷിച്ചോട്ടാ. പിന്നെ അത് വെട്ടാൻ നടക്കാൻ നിൽക്കണ്ട. വെറുതെ തമാശ ഞങ്ങൾ പോയിക്കോളി. ഇവിടെ പോയി കിടക്കണേനും വിളിച്ചാലും വരൂല. അവിടെ ഇവിടെ പോയി ഇരുന്ന് ചീട്ട് കളിക്കാൻ നിൽക്കുന്നതാണ്. എന്താടാ ഇതെന്തിനടി നീ ഈ ചെക്കനെ കൊണ്ടിട്ട് അങ്ങോട്ട് വന്നു? ഞാൻ അവിടെ കളിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഒരു ആവശ്യത്തിന് കാണുമെങ്കിൽ ഇവിടെ ഒന്ന് നോക്കണമല്ല. കളിച്ചോണ്ടിരിക്കും. എന്തിപ്പോ ആവശ്യം? കളിക്കാൻ പറ്റിയ പ്രായമാണല്ല. എന്തിനാ ഈ പെൺകുട്ടീൻ്റെ വന്ന്? അരി മേടിക്കണോന്ന്. എടി അപ്പൊ നീ ഇന്ന് പോയില്ല ഇവിടെ? നീ പോയിട്ട് റെഡിയാക്കിയില്ലല്ലോ. പിന്നെ സപ്ലൈ ഓഫീസിൽ പോയപ്പോ അവര് അരിയും തന്ന് വിടുകയല്ലേ അവിടുന്ന്. എന്തേ? നിങ്ങളുടെ കുരുത്തം കെട്ട മോള് കാരണമാണ് എല്ലാം. അപ്പൊ എന്തെന്ന് ശരിയായില്ലേ അത്? ആ പെണ്ണിന്റെ പേര് അതിന്ന് വെട്ടിയാലാണ് അരി മേടിക്കാൻ പറ്റുള്ളൂന്ന്. അപ്പൊ ഇനി അതെന്നാ പോണ്ട്? അതിനി നിങ്ങൾ നാളെ പോണം. നാളെ ഞാൻ പോയി ശരിയാവോ? ആ, നാളെ പോയിട്ട് ശരിയാക്കണം. അപ്പൊ എന്നാ പിന്നെ നാളെ അരി മേടിക്കാടി. അപ്പൊ ഇന്ന് രാത്രി എന്താ വായു ഭക്ഷിക്കോ? ഒരു കിലോ അരിക്ക് 40 ഉറുപ്പ്യ കൊടുക്കണം. അതൊക്കെ കൊടുത്തിട്ട് തിന്നാനുള്ള യോഗം ഉണ്ടോ നമുക്ക്? അതുകൊണ്ട് എന്താ നമ്മള് പട്ടിണി കിടക്കണോ? എന്റെ ചെറുക്കന്റെ വിശന്നിട്ട് വയ്യാന്നും പറഞ്ഞ് കരയണായിരുന്നു. എന്നിട്ട് പാലിലിടണ പൗഡർ ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തേണ് അവന് 5 രൂപയുടെ പാക്കറ്റ്. ഒരു കടി വല്ല പൊടിയരി ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് രാത്രിക്ക് നാളെ നിങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുരുത്തം കെട്ട പെണ്ണ് മോളേനെ കുറ്റം പറയുന്നത്? പിന്നെ അല്ലാതെ നിങ്ങളുടെ മോള് കാരണല്ലേ ഇപ്പൊ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? നിന്റെ ഈ ചെക്കനും ഇവന്റെ എന്താണ് അവനെ എന്താണ് കുഴപ്പം? ഇവന്റെ വികൃതി നിന്റെ പോരും കാരണം എന്റെ കുട്ടി പോയത്. പിന്നെ അവന്റെ വികൃതി എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുത്ത് തിന്നോണ്ടിരിക്കാന്നല്ലാതെ അതിനെ കൊണ്ട് വലിയ ശല്യം ഉണ്ടോ വീട്ടിൽ? അതന്നെ പറയണു. 1.5 പറയണായിരിക്കും ഓർമ്മ. എന്നിട്ട് റേഷനും മുടങ്ങിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ആ പെണ്ണിനെ അന്ന് റേഷൻ കാർഡിൽ ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞാണ്. എന്റെ മകനെ ചേർക്കാന്നുണ്ടെങ്കിൽ എന്റെ മകളെ ചേർക്കണ്ടേ? എന്റെ മോനെ അങ്ങനെ കണ്ടോര് വന്ന് വിളിച്ചാൽ പോകൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ തലയല്ലേ മര്യാദ നിങ്ങൾ പോയി അരി മേടിക്കണ്ട. ഇപ്പൊ എടി ഒരു കുത്തുകൂടി കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് അടിക്കും. അത് അടിച്ചു കഴിഞ്ഞാൽ 100-100 കിട്ടും. അപ്പൊ ഞാൻ അരി മേടിക്കാം. നിങ്ങൾ ഇന്ന് എത്ര കളി കളിച്ച് അവിടെ ഇരുന്ന് ഒരു കുത്ത് പറഞ്ഞിട്ട് എത്ര കളി കളിച്ച് നിങ്ങള്? കിട്ടും എന്നുള്ള പ്രതീക്ഷയിലെ കളിക്കുമ്പോ പോയിക്കൊണ്ടിരിക്കണേ ഞാൻ. ഇതും പോവാൻ പോണോളൂ. നിങ്ങൾ പോയിട്ട് അരി മേടിക്കണ്ട ഇല്ലേ ഇപ്പൊ? അതെ, നീ ഇവനെയും കൂടി കൂട്ടി പോയിട്ട് ആ കടയിൽ നിന്ന് 1 കിലോ അരി മേടിച്ചിട്ട് പൊക്കോ. ഞാൻ കളിച്ചിട്ട് വരാം. ഇവനാ ഈ 8 മുട്ടൊന്നും തരാതെ ഇവനെ കൊണ്ട് ഞാൻ മേടിക്കാം. കൊല്ല് മോന്റെ മനസ്സിൽ